പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉത്തമഗീതം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. Song of Songs chapter 8 verse 7. Many waters cannot quench love, rivers cannot sweep it away. Praise the Lord. അത് ഇവിടെ ശൂന്യംകാരത്തെ തൻ്റെ കൂടെയുള്ളവരോട് പറയുന്നു, ഏറിയ വെള്ളങ്ങൾ എൻ്റെ പ്രിയനുമായുള്ള എൻ്റെ പ്രേമത്തെ കെടുപ്പാൻ പോരാ. എന്തുകൊണ്ടാണ് ശൂന്യംകാരത്തെ അങ്ങനെ പറയുവാൻ കാരണം? അതിൻ്റെ 5-ാം വചനത്തിൽ നാം വായിക്കുന്നു, മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവളാർ. ഇപ്പോഴാ ഏറിയ വെള്ളങ്ങൾ അല്ലെങ്കിൽ നദികൾ മുക്കിക്കളയത്തക്ക കെടുക്കത്തക്ക പ്രതിസന്ധികൾ കടന്നു വരുന്നത്. എന്നാൽ അതിനു മുന്നേ ശൂന്യംകാരത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ മരുഭൂമിയിൽ നിന്ന് ഒറ്റപ്പെട്ട അനുഭവത്തിൽ മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരുവളാൽ. സിയോൻ സഞ്ചാരി യേശുവിൽ ചാരിനാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ നിന്ന് ആദിമ ഭക്തന്മാർ പാടിയതിൻ്റെ കാരണം യഥാർത്ഥമായി പ്രിയനെ ആഴമായി സ്നേഹിച്ച യേശുവിനെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ഈ ലോകം ഒട്ടും യോഗ്യമല്ല. അവർക്ക് മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വരാം. എന്നാൽ അവിടെയും തൻ്റെ പ്രിയൻ്റെ മേൽ മാത്രം ചാരിക്കൊണ്ട് യാത്ര ചെയ്യുന്നത് എത്ര അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതേ 7-ാം അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ ശൂന്യംകാരത്തി പറയുന്നു, ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. അങ്ങനെ അത്രമാത്രം പ്രിയനുമായുള്ള ബന്ധമുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി തന്ന യേശുക്രിസ്തു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഓരോ നിമിഷവും അനുനിമിഷവും വാക്കുകൾ നൽകി, ദൈവശബ്ദങ്ങൾ കേൾപ്പിച്ച്, വചനങ്ങൾ കേൾപ്പിച്ച്, ദർശനങ്ങൾ നൽകി നല്ല രീതിയിൽ നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് ആഴമായി സ്നേഹിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ അവൻ മരുഭൂമിയുടെ അവസ്ഥയിലും അവൻ ഏറിയ വെള്ളങ്ങൾ പ്രൈസ് ദി ലോർഡ് പ്രേമത്തെ കെടുപ്പാൻ പോരാ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ആ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മെ അവൻ കെടുക്കത്തക്ക രീതിയിൽ, നമ്മെ വേർപിരിക്കത്തക്ക രീതിയിൽ ഏറിയ വെള്ളങ്ങൾ കടന്നു വരാം. സ്തോത്രം. ആമേൻ. ഒരു സൈഡിൽ നിന്നല്ല, പല ഭാഗത്തു നിന്ന് പലവിധമായ പ്രതിസന്ധികൾ നമുക്ക് നേരെ കടന്നു വരാം. നദികൾ മുക്കിക്കളയത്തക്ക രീതിയിൽ, ദൈവവുമായിട്ടുള്ള ആഴമായുള്ള ബന്ധത്തെ തകർത്ത് കളയത്തക്ക രീതിയിൽ നദികൾ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏറിയ വെള്ളങ്ങൾക്കും നദികൾക്കും ദൈവവുമായിട്ടുള്ള യേശുവുമായിട്ടുള്ള നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ പ്രേമത്തെ കെടുക്കുവാനോ മുക്കിക്കളയുവാനോ കഴിയുകയില്ല എന്ന ആഴമായ ശൂന്യംകാരത്തെ പോലെയുള്ള തീരുമാനത്തോടെ നാം പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ളവരോടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വചനത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഐസയ്യ chapter 43 verse 2. When you pass through waters, I will be with you. Amen. Jesus. Hallelujah. And when you pass through the rivers, they will not sweep over you. When you walk through the fire, you will not be burned. The flames will not set you ablaze. Praise the Lord. നമുക്കറിയാം, അവൻ ഇസ്രായേൽ മക്കൾ എത്രമാത്രം അവർ ഉപദ്രവിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു മിസ്രയീം ദേശത്ത്. എന്നാൽ കർത്താവ് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ ആമേൻ ചെങ്കടലിൻ്റെ മധ്യേ അവർ കടന്നു വരുന്നു. അവിടെ അവരെ സഹായിപ്പാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ മോശയും ദൈവജനവും ദൈവത്തോട് നിലവിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ സ്തോത്രം, ആ ഏറിയ വെള്ളങ്ങൾ, ആ സമുദ്രം അവരെ മുക്കിക്കളയാത്ത രീതിയിൽ ആമേൻ സ്തോത്രം ദൈവം തന്നെ അവിടെ ഇറങ്ങി വന്നു. ദൈവം ആമേൻ
സ്വർഗത്തിൽ നിന്ന് നോക്കി ശത്രുവിൻ്റെ ഓട്ടത്തെ പ്രയാസമാക്കി ദൈവം കാറ്റടിപ്പിച്ചു, വെള്ളം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കൾ അക്കരെ കിടന്നു. മാത്രമല്ല അമേത്തിയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അതേ ശദ്രക് മേശക് അബേദ്നെഗോ എന്ന എബ്രായ ബാലന്മാർ അവർ കർത്താവിന് വേണ്ടി തന്നെ നിന്നു. അതുകൊണ്ട് തന്നെയാണ് 7 മടങ്ങ് തീച്ചൂടയുടെ അനുഭവം അവർക്കെതിരെ കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെ ബന്ധിച്ച് കൊണ്ടിടുവാൻ അല്ലെങ്കിൽ തീച്ചൂള കൂട്ടുവാൻ എല്ലാവർക്കും കഴിയും. പ്രതിസന്ധികൾ കൂട്ടുവാൻ, പ്രശ്നങ്ങൾ കൂട്ടുവാൻ, ഒന്നുകൂടെ പീഡിപ്പിക്കുവാൻ, വേദനിപ്പിക്കുവാൻ, അസ്വസ്ഥപ്പെടുത്തുവാൻ, ഞെരുക്കുവാൻ, ഭാരപ്പെടുത്തുവാൻ മനുഷ്യർക്ക് കഴിയും. മാത്രമല്ല ബന്ധിക്കുവാനും കഴിയും. ബന്ധിച്ച് തീച്ചൂളയിലേക്ക് ഇട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർക്കറിയത്തില്ല, 4-മനായി അവർ ആർക്കു വേണ്ടി നിലനിന്നുവോ, ദൈവനാമത്തിനു വേണ്ടിയാണ് അവർ നിന്നത്. ആ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവരൂപത്തിൽ ദൈവപുത്രൻ 4-മനായി അവിടെ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിക്കുന്നു, തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകുകയില്ല, കാരണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. എന്നാൽ 7 മടങ്ങ് തീച്ചൂള കൂട്ടിയവർ ബന്ധിച്ച് കൊണ്ടുപോയവർക്ക് അതിൻ്റെ അടുക്കൽ പോലും എത്തുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ഈ രീതിയിലുള്ള ശോധനയിൽ കൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വ്യക്തിപരമായി, മാനസികപരമായി, ശാരീരികപരമായി നാം പേഴ്സണലി അനുഭവിക്കുന്ന, ആരോടും പറയുവാൻ കഴിയാത്ത, ആരോടും വിവരിക്കുവാൻ കഴിയാതെ നാം അനുഭവിക്കുന്ന ഭാരങ്ങളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ. അങ്ങനെ നീറിപ്പോകുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ നാടുകൾ ശൂന്യം കാര്യത്തിൽ തീരുമാനിച്ചതുപോലെ മരുഭൂമിയിൽ കൂടെ ഞാൻ നടന്നു വന്നു, പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടാണ് നടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഏറിയ വെള്ളങ്ങൾക്കും ഈ നദികൾക്കും യേശുവുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ കഴിയത്തില്ല എന്ന് സ്തോത്രം ഉറപ്പോടുകൂടെ ആയിരുന്ന നിശ്ചയമായി വെള്ളത്തിലും ഇറങ്ങി വന്ന്, തീയിലും നമ്മെ ഇറങ്ങി വന്ന്, ഇപ്പോൾ മുങ്ങിപ്പോകും, ഇപ്പോൾ വെന്തുപോകും എന്ന് സ്തോത്രം ശത്രു നോക്കി നിൽക്കുമ്പോൾ അതിന് നടുവിൽ കർത്താവ് പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ സർവശക്തനാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതേറിയ വെള്ളങ്ങൾക്കും നദികൾക്കും കർത്താവേ, യേശുവുമായിട്ടുള്ള അങ്ങയുമായിട്ടുള്ള ഞങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിന്ന് കർത്താവേ ആർക്കും കെടുക്കുവാനോ സ്തോത്രം തകർക്കുവാനോ കഴിയത്തില്ല കർത്താവേ. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് കർത്താവേ, ഓരോരുത്തരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങനെ ഇറങ്ങി വന്ന് ഞങ്ങൾ വിടുവിക്കുന്ന ദൈവമാണ്. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവർ ക്ഷമിക്കപ്പെട്ടവർ. അതേ കർത്താവ്, ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഏത് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നന്മയ്ക്കായി മാറ്റി ജയത്തോടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വരവിന് ആഗ്രഹങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.